അയ്യോ പാപ്പൻചേട്ടന്റെ ഫോട്ടോ പത്രത്തിലുണ്ട്. നോക്കിയേ, മന്ത്രിയുടെ അടുത്ത്. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ? ഇതെന്തിനാ എനിക്ക് കൊണ്ട് തേച്ചോടാ, ഇതെന്റെ ഒരു സന്തോഷത്തിനല്ലേ. നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത ചെയ്തോളാൻ പറയും. പൊക്കോ. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം ഇത് കുന്തം പോലെ ആയി പോയത്. അത് കുന്തം പോലെ അല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരേശൻ അതിനകത്ത് ഇല്ലാതുക്ക. നേരെ തന്നെ അവൾ അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? പോട്ടട സുന്ദരേശ, നിന്നെപ്പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ വരുമായിരുന്നില്ലേ? ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ലടാ ഇവിടെ ഉള്ളൂ. നിന്റെ കുന്തെങ്കിലും ഉണ്ടല്ലോ, എന്റെ അതുകൂടിയില്ല. എന്നെ ആ പാപ്പച്ചൻ തള്ളി മാറ്റി. ഏയ്, പാപ്പച്ചൻ പാവാടാ. ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ. അയാൾ എന്റെ റേഷൻ കടയിൽ നിന്ന് സമയാസമയം റിഹേഴ്സലിന് വിട്ടിരുന്നെങ്കിൽ ഈ ദുഷന്തന്റെ വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ്. എങ്കിൽ എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുമായിരുന്നില്ലേ? എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം. എന്തോന്ന് നാടകം? കണ്ട അമ്പട്ടനും അണ്ടനും അടകോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും, റേഷൻ അരിയേക്കാളും നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. സുന്ദര വീഴും. താൻ ജോലി എന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ? ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. സുന്ദര നീ മിണ്ടരുത്, മിണ്ടരുത്. സുന്ദരശ വീട്ടു പോ. എന്നെ തൊട്ടു പോകരുത്. എനിക്ക് ഇങ്ങനത്തെ സംസാരിക്കാൻ. കള്ളടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. വീട്ടിൽ പോടാ, വീട്ടിൽ പോ. പത്രത്തിൽ ഫോട്ടോ വന്നെന്ന് കരുതി നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ? ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരൻ ദിവാകരനും മറച്ചു വിറ്റ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമായണൻ തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്. ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവെങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു കോട്ട ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? വീട്ടിൽ പോയാൻ പാപ്പറ്റം പറഞ്ഞാൽ ഞാൻ കേൾക്കും. ജവൻ കലാകാരനാ. കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് അവമാനത്തിലെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി, നീ വീട്ടിൽ പോ. പറഞ്ഞാൽ ഞാൻ പോവും. ട്രൗസർ ഇടാണ്ട് പോടാ. ഇങ്ങനെ വീട്ടിൽ പോടാങ്ങട്. ഒന്ന് വേഗം കയറാ. ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ മണിക്കൂർ 4 വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കണ. അയ്യടാ, ഞാൻ കുളിച്ചതാ. തമാശക്കാരൻ അവന്റെ എന്റെ മുണ്ട് വളർത്തിട്ട് എടുത്ത് പിടിച്ചിട. പയ്യങ്ങോട്ട് വരാൻ മുണ്ട് പിടിച്ചിട. പെണ്ണ് വരണേ. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസരിച്ചേ. അത് ഞാൻ ഏറ്റവും മോനെ. ദൈവമേ, ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയതിന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കിക്കണ്ടില്ലേ? കേറി പോടി. അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ? ഞാൻ പോടി. മേലാലും നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു. പശു കാളയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും. പാപ്പച്ച, പാപ്പച്ച, എന്താടാ പാപ്പച്ചന്റെ അമ്മ. അമ്മ? അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. കർത്താവേ,
എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരം അയാള് പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെല്ലും. എന്താ പറ്റിയെന്ന് വെച്ചാ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. ഈ മീനിക്കൾ ഇതാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിയാണ് അവ കുളിക്കാൻ ഇറങ്ങാൻ. കാലനും കലികാലം കൊള്ളാം. നല്ല കാച്ചിങ് ടൈറ്റിൽ. കൂരാകൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച, ആരാ? നിന്റെ കാലൻ ഒന്നിറക്കി വേടാ. കാലനോ? ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പർ ആയിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്, നിന്നെ നായകനാക്കിട്ട് ആദിവാസി നാടകം എഴുതിയാലോ എന്ന്. എന്റെ വായിലേക്ക് കേൾക്കരുത്. ഇപ്പൊ മുണ്ടെടുത്തിട്ടോടാ. ആദിവാസി നാടകം മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്കാ. പാപ്പി അമ്മ എന്നെ മുണ്ട് പോവല്ലേ? എടാ പാപ്പി, അമ്മ അങ്ങോട്ട് പോ. അമ്മ ഇങ്ങോട്ട് വരില്ലട്ടോ. ഇങ്ങോട്ട് വരില്ല അമ്മേ. ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായെ, ഈ കുരുത്തം കെട്ടോ 7-ാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ. മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം. അച്ചോ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോടെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. വ്യഭിചാരം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയാവൂ. അച്ഛൻ പറയാതെ ഞാനങ്ങനെ ആ കേട്ടോ, നരകത്തിന്റെ നടുക്കൊരു മുള്ളുമുറുക്കുണ്ട്. നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുരുക്കി കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തുവിടും. മനസ്സിലായോ? എന്താടാ ചിരിക്കണത്? അല്ല, ഈ പാപികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുരുക്കിന്റെ മുള്ളെല്ലാം ഇപ്പൊ തേഞ്ഞ് ഒരുമാതിരി മെഴുമെഴുന്നായിണ്ടാവും. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. എടാ, നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടകം എഴുതരാൻ. നിനക്ക് ശകുന്തളി ദുഷ്യന്തനും മതിയല്ലോ. കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ച. അച്ഛൻ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശുകളുള്ള പരിപാടിയാ. മാത്രല്ല അമ്പല കമ്മിറ്റിക്കാരും ബുക്ക് ചെയ്യൂല. പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള മിമിക്രിയൊക്കെ മതിയല്ലോ. വേണ്ട വേണ്ട, വിസ്തരിക്കണ്ട. നിന്നെ കൊണ്ട് സാധിക്കില്ല. അത് തന്നെ കാര്യം. കാരണം ബൈബിള് വായിച്ചിരിക്കണം. അതില്ലല്ലോ. ശരി, ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട്. നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ. നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. കർത്താവേ.